السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയ മുഴുവൻ പാപങ്ങളും പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധമായ ഇസ്ലാം എന്നാൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, രണ്ട് അള്ളാഹുവിൻ്റെ നിരോധനങ്ങൾ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ അഹ്കാമുകൾ, അതിന് നാം കൊടുക്കുന്ന ശ്രദ്ധ, അതിന് നാം കൊടുക്കുന്ന പരിഗണനയും പലപ്പോഴും നമ്മൾ അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ കൊടുക്കാറില്ല. ഇന്ന ഇന്ന കാര്യങ്ങൾ പാടില്ല, അത് മോശമാണ്, അത് തിന്മയാണ്. ഇന്ന് പലതിനെക്കുറിച്ച് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമ്മൾ പരിചയപ്പെടുത്തി. എന്നാൽ നന്മയിൽ, അമലുകളിൽ കാണിക്കുന്ന ആ ശ്രദ്ധയും പരിഗണനയും തിന്മകൾ ഒഴിവാക്കുന്നതിൽ നമ്മൾ പലപ്പോഴും കാണിക്കാറില്ല. എന്നാൽ ഒരാളുടെ ദീൻ അത് പൂർത്തിയാകുന്നത്, ഒരാളുടെ ദീൻ പരിപൂർണമാകുന്നത് അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ കൂടി ഒഴിവാക്കുമ്പോഴാണ്. ചില കാര്യങ്ങൾ, ചില തിന്മകൾ, അള്ളാഹു വെടിയാൻ പറഞ്ഞ ചില പാപങ്ങൾ, ഇത് വളരെ ഗൗരവമുള്ളതാണ്. ആ ഒരു തിന്മ ഒഴിവാക്കുന്നതിൽ കൂടി പല തിന്മകൾ രക്ഷപ്പെടും. ആ ഒരു തിന്മ പ്രവർത്തിക്കുന്നതിൽ കൂടി പല പാപങ്ങൾ അകപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള തിന്മകൾക്ക്, പാപങ്ങൾക്ക് ഉലമാക്കൾ പറയുന്ന സാധാരണ രീതി ഉമ്മുൽ അംറാദ് എന്നാണ്. പാപങ്ങളുടെ, രോഗങ്ങളുടെ മാതാവ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും പല തിന്മകൾ ഉടലെടുക്കും. അങ്ങനത്തെ ഒരു തിന്മയാണ് അനാവശ്യമായ അമിതമായ കോപം എന്നുള്ളത്, ദേഷ്യം എന്നുള്ളത്. ആ ഒരു തിന്മയിൽ കൂടി പല പാപങ്ങളുണ്ടാകും. ആ ഒരു തിന്മ സൂക്ഷിച്ചാൽ പല തിന്മകൾ രക്ഷപ്പെടും. പക്ഷെ ഇന്ന് വ്യാപകമാണ്. ഭർത്താവ് ഭാര്യയോട് അനാവശ്യമായി ദേഷ്യപ്പെടുന്നു, ഭാര്യ ഭർത്താവിനോട് അനാവശ്യമായി ദേഷ്യപ്പെടുന്നു, വാപ്പ മക്കളോട് അനാവശ്യമായി ദേഷ്യപ്പെടുന്നു, മക്കൾ മാതാപിതാക്കളോട് അനാവശ്യമായി ദേഷ്യപ്പെടുന്നു. ഒരു ഗർഭത്തിൽ നിന്ന് വന്ന രണ്ട് സഹോദരന്മാർ പരസ്പരം ദേഷ്യത്തിലാണ്. ഇങ്ങനെ ഉമ്മത്തിൽ, കുടുംബത്തിലും വ്യക്തിബന്ധങ്ങളിലും സമൂഹത്തിലും വ്യാപകമായി പരസ്പരം ദേഷ്യത്താൽ, കോപത്താൽ ജീവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ എത്ര ഗൗരവമുള്ള കാര്യമാണ്. ദീൻ എത്ര ഗൗരവമായി ഉണർത്തിയ കാര്യമാണ്. ഒരു സഹാബി വന്നിട്ട് അവനോട് ചോദിച്ചു, ദുല്ലനി അലാ അമലി, നബി എനിക്കൊരു അമൽ പഠിപ്പിച്ചു തരണം. ആ അമൽ കാരണമായി എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം. പക്ഷേ വളരെ ചുരുങ്ങിയതായിരിക്കണം, വളരെ എളുപ്പമുള്ളതായിരിക്കണം. കുറേ കാര്യങ്ങൾ പറയുന്നു.
തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്, നീ അനാവശ്യമായി ആരോടും കോപിക്കരുത്. മറ്റൊരു സഹാബി നബി തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഔസിനി, നബി എനിക്ക് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു അമൽ വസീയത്ത് ചെയ്തു തന്നാൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിലനിർത്താൻ പറ്റുന്ന, സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു അമൽ എന്നോട് വസീയത്ത് ചെയ്താൽ. അനാവശ്യമായ കോപം എല്ലാ ഷർറിന്റെയും താക്കോലാണ്. മറ്റൊരു പ്രാവശ്യം ഒരു സഹാബി തങ്ങളോട് ചോദിച്ചു, തങ്ങളുടെ മുന്നിൽ കൂടി വന്നിട്ട് ചോദിച്ചു, നബിയെ, അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമൽ ഏതാണ്? ദീനിൽ ധാരാളം അമലുകളുണ്ട്, നന്മകളുണ്ട്. അയ്യുൽ അമലി അഫ്ളൽ, അഫ്ളലായ അമൽ ഏതാണ്? ഞങ്ങൾ പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. അതേ സഹാബി നബി തങ്ങളുടെ വലതു ഭാഗത്ത് വന്നിട്ട് തങ്ങൾ ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ, നബിയെ ശ്രേഷ്ഠമായ അമൽ ഏതാണ്? തങ്ങൾ പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. സഹാബി വീണ്ടും ഇടതു ഭാഗത്ത് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ, ശ്രേഷ്ഠമായ അമൽ ഏതാണ് നബിയെ? ഞങ്ങൾ പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്. പിന്നെ അദ്ദേഹം വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി പുറകിൽ കൂടി വന്ന് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ, ഏത് അമലാണ് നബിയെ ശ്രേഷ്ഠമായത്? തങ്ങൾ പറഞ്ഞു, നീ എന്താ മനസ്സിലാക്കാത്തത്? ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് ദീനിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഞാൻ സൽസ്വഭാവം എന്ന് പറഞ്ഞതിൽ ഉദ്ദേശം അല്ലാ തഗ്ളബ്, നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കുക. സൽസ്വഭാവത്തിന്റെ അടിസ്ഥാനമാണ് അനാവശ്യമായ ദേഷ്യം, അനാവശ്യമായ കോപം ഒഴിവാക്കുക. കോപം, ദേഷ്യം ഇതെല്ലാം മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ട സ്വഭാവമാണ്, നൈസർഗികമായ സ്വഭാവമാണ്. അത് അള്ളാഹു നൽകിയിരിക്കുന്ന മനുഷ്യൻ. അതിൽ പല പ്രയോജനങ്ങളുണ്ട്, മനുഷ്യന് പല സംരക്ഷണങ്ങളുമുണ്ട്. പക്ഷെ അത് മോശമാകുന്നത് അനാവശ്യമായി എല്ലാ കാര്യത്തിലും, എല്ലാ ചെറിയ കാര്യത്തിലും അനാവശ്യമായി എപ്പോഴും കോപിക്കുക, എപ്പോഴും ദേഷ്യപ്പെടുക, അവന്റെ സംസാരത്തിലേക്കും കോപത്തിന്റെ വാക്കുകൾ, ഇതാണ് ദീൻ തടഞ്ഞിരിക്കുന്നത്. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ദേഷ്യം 4 നിലയിലാണ്. ഒന്ന്, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് ദേഷ്യം പോവുകയും ചെയ്യും. പതിയെ, രണ്ടാമത്തെ പതിയെ ദേഷ്യപ്പെടും, പതിയെ ദേഷ്യം പോവുകയും ചെയ്യും. മൂന്നാമത് പതിയെ ദേഷ്യപ്പെടും, പെട്ടെന്നത് പോവുകയും ചെയ്യും. ഇത് വളരെ ശ്രേഷ്ഠമായതാണ്. പതിയെ ദേഷ്യപ്പെടുകയുള്ളൂ, ഇനി ദേഷ്യം വന്നാൽ തന്നെ പെട്ടെന്നത് പോവുകയും ചെയ്യും. ഏറ്റവും മോശമായ കോപം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു കാര്യത്തിൽ. എന്നാൽ ദേഷ്യപ്പെട്ടാൽ ദേഷ്യം പോവുകയുമില്ല, അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും. ഇത് ഏറ്റവും മോശമായ കോപമാണ്. കോപം ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത് അവന് ശൈത്താനുമായുള്ള സഹവാസം, ശൈത്താൻ അവനുമായി കൂടുതൽ സഹവസിക്കുന്നതിൻ്റെ അടയാളമാണ്. കാരണം കോപം ശൈത്താനിൽ നിന്നാണ്, പിശാചിൽ നിന്നാണ്. ഒരു സഹാബി പറയുന്നു, ഞങ്ങൾ തങ്ങളുടെ കൂടെ സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരാൾ മറ്റൊരാൾ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ദേഷ്യത്തിന്റെ കാഠിന്യത്താൽ മുഖമെല്ലാം ഇങ്ങനെ ചുവന്ന്, അദ്ദേഹത്തിന്റെ ഞരമ്പെല്ലാം ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന അവസ്ഥയും. തങ്ങളിത് കണ്ടപ്പോൾ പറഞ്ഞു, എനിക്കൊരു കിളിമ അറിയാം, ഒരു വചനം അറിയാം. ഇദ്ദേഹം അത് പറയുകയായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ കോപം നീങ്ങിപ്പോകുമായി. സഹാബാക്കൾ ചോദിച്ചു, ഏതാണ് നബിയെ? ഒരാൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ആ വചനം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോപം, ദേഷ്യം മാറിപ്പോകുന്ന വചനം ഏതാണ്? പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന മനുഷ്യൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ദേഷ്യം മാറുന്നതാണ്. അഥവാ ആ മനുഷ്യന്റെ ദേഷ്യം ഉണ്ടാകുന്നത് പിശാചിൽ നിന്നാണ്. അതുകൊണ്ടാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ ഞങ്ങൾ പ്രേരിപ്പിച്ചത്. ഉർവ ബിൻ മുഹമ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു, അദ്ദേഹത്തോട് എന്തോ ദേഷ്യപ്പെടുന്ന മോശമായ വാക്കുകൾ പറഞ്ഞു. അദ്ദേഹം എണീറ്റു പോയി, അദ്ദേഹം ഒതു കൊടുത്തു, എന്നിട്ട് മടങ്ങി വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വല്യപ്പം മുഖേന എൻ്റെ വാപ്പ നിബിധങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, കോപം പിശാചിൽ നിന്നാണ്. പിശാച് സൃഷ്ടിക്കപ്പെട്ടത് തീയിൽ നിന്നാണ്. അതുകൊണ്ട് നിബിധങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ തീയെ അണയ്ക്കുന്നത് വെള്ളം കൊണ്ടാണ്. അതുകൊണ്ട് ദേഷ്യം വന്നാൽ നിങ്ങൾ പെട്ടെന്ന് ഒതു കൊടുക്കണം. ദേഷ്യം
ഇന്നൽ ഗളബ മിനശ് ശൈത്വാൻ. കോപം വരുന്നത് പിശാചിൽ നിന്നാണ്. പിശാചിന് മനുഷ്യനുമായി അവനുമായുള്ള സഹവാസം വർദ്ധിക്കുന്നതിന് അടയാളമാണ് അനാവശ്യമായി ഇല്ലാത്തത് ദേഷ്യപ്പെടുന്നത്. അബൂ മുസ്ലിം ഖൗലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിൽക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചു. ഞാൻ ചോദിച്ച കാര്യം അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ദേഷ്യപ്പെട്ടു. ദേഷ്യം അതിന് മുഖത്ത് ദേഷ്യത്തിന്റെ അടയാളങ്ങൾ കണ്ടു. പെട്ടെന്ന് അദ്ദേഹം മിമ്പറിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം പോയി ഒതു എടുത്തുകൊണ്ട് മടങ്ങി വന്നു മിമ്പറിൽ കയറി. അദ്ദേഹം പറഞ്ഞു, ഞാനിത് ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കോപം അത് പിശാചിൽ നിന്നാണ്, പിശാചിനെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. നിങ്ങൾക്ക് കോപം വന്നാൽ ഉടനെ നിങ്ങൾ ഉദു എടുക്കണം എന്ന് നബി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസുകൾ ഈ സംഭവങ്ങൾ പഠിപ്പിക്കുന്നത് അനാവശ്യമായ അമിതമായ ദേഷ്യവും കോപവും പിശാചിൽ നിന്നാണ്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല പറയുന്നു, പിശാച് ഒരു മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്ന 3 പ്രധാന വാതിലുകളുണ്ട്. ഒരു മനുഷ്യൻ പിശാച് അധീനപ്പെടുത്തുന്ന, അവനെ കീഴ്പ്പെടുത്തുന്ന, അവനിലേക്ക് പ്രവേശിക്കാൻ വരുന്ന 3 വാതിലുകൾ. ഒന്ന് ഗഫ്ലത, അശ്രദ്ധ ജീവിതത്തിൽ വന്നാൽ പിശാച് അവനിലേക്ക് പ്രവേശിക്കും. 2 ഹിർസ, അത്യാഗ്രഹം ദുനിയാവിനോട്. 3 അൽ ഗളബ്, അനാവശ്യമായ അമിതമായ കോപമാണ്. അതുകൊണ്ട് ഒരു വാക്കിൽ എഴുതിയിട്ടുണ്ട്, ഒരു കുട്ടിയുടെ മുന്നിൽ അവനെ പന്ത് തട്ടുന്നത് പോലെ അനാവശ്യമായി അമിതമായി ദേഷ്യപ്പെടുന്ന വ്യക്തി പിശാചിന്റെ മുന്നിൽ ആ പന്ത് പോലെയാണ്. പിശാച് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവനെ തട്ടാനും തിരിക്കാനും എന്ത് തിന്മകൾ അകപ്പെടുത്താനും സാധിക്കും. പറയുന്നു, നിങ്ങളുടെ കോപത്തെ ഹിൽമ്, സഹനത എന്ന കയർ കൊണ്ട് വരിഞ്ഞ് മുറുക്കി കെട്ടുക. കാരണം കാരണം അനാവശ്യമായ കോപം പ്ലേഗ് ബാധിച്ച നായയെ പോലെയാണ്. അത് പോകുന്ന വഴിയിൽ നാശങ്ങളും മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് പോലെ അനാവശ്യമായ അമിതമായ കോപം, അതിൽ കൂടി മനുഷ്യന് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ. ആ സമയത്തുണ്ടാകുന്ന വാക്കുകൾ, അവന്റെ പ്രവൃത്തികൾ അവനും സമൂഹത്തിനും നാശങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകും. മഹാന്മാർ പറയാറുണ്ട്, അൽ ഗളബ് ഫഇന്ന അവ്വലഹു ജുനൂനുൻ വആഖിറഹു നദ്മുൻ. അമിതമായ അനാവശ്യമായ കോപവും ദേഷ്യവും അതിന്റെ തുടക്കം ഒരു ഭ്രാന്താണ്, അതിന്റെ ഒടുക്കം നിത്യമായ ദുഃഖവുമാണ്. കോപം എന്ന് പറഞ്ഞാൽ അനാവശ്യമായ കോപം, ദേഷ്യം, ഇതൊരു തരം ഭ്രാന്താണ്. അതിന്റെ തുടക്കം ഭ്രാന്താണ്, അതിന്റെ അവസാനം അതിന്റെ അന്ത്യം ദുഃഖവുമായിരിക്കും. അമിതമായ കോപം, അനാവശ്യമായ ദേഷ്യം അതിന്റെ ആയുസ് അല്പസമയത്തേക്കുള്ളൂ. പക്ഷേ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന മുറിവ്, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന നഷ്ടം, വലിയ വലിയ ബന്ധങ്ങൾ, വളരെ നീണ്ട ബന്ധങ്ങളെല്ലാം ഇല്ലാതായി തകർന്നു പോകും. അതിന്റെ പേരിലുണ്ടാകുന്ന ദുഃഖങ്ങൾ നീണ്ട വർഷങ്ങളുടേതായിരിക്കും. കോപിച്ചതാകട്ടെ ചില നിമിഷങ്ങളായിരിക്കും. ആ കോപത്തിൽ പറഞ്ഞ വാക്കുകൾ ചില കുറഞ്ഞ വാക്കുകളായിരിക്കും. പക്ഷെ അതിലൂടെ വലിയ ബന്ധങ്ങൾ തകർന്നു പോകും, വലിയ ബന്ധങ്ങൾ ഇല്ലാതാകും, നീണ്ട നാളുകൾ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് അനാവശ്യമായ അല്പസമയത്തെ കോപം അത് കാരണമായി എത്ര ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞുപോയി, അവർ ബന്ധങ്ങൾ മുറിഞ്ഞുപോയി. എത്ര വാപ്പ മക്കൾ പിരിഞ്ഞുപോയി, അവർ മിണ്ടാതായി. എത്രയോ ഒരു ഗർഭത്തിൽ നിന്ന്, ഒരു ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്ന 2 സഹോദരന്മാർ പരസ്പരം മിണ്ടാതായി. എത്രയോ ആളുകൾ അനാവശ്യമായ അല്പസമയത്തെ കോപത്തിന്റെ പ്രവൃത്തിയിലൂടെ ഇന്ന് ജയിലുകൾ കഴിഞ്ഞുപോയി. ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ സംഭവിച്ചു. ഇങ്ങനെ എന്തെല്ലാം നഷ്ടങ്ങൾ! ഒരല്പസമയം അനാവശ്യമായി കോപം, അതിലൂടെ പറഞ്ഞ വാക്കുകൾ, അതിലൂടെ ഉണ്ടായ പ്രവൃത്തികൾ, അവരുണ്ടായ ദുഃഖങ്ങളാണ്, നഷ്ടങ്ങളാണ്. വലിയ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അൻസാറിനെ പറയാറുണ്ട്, കോപം നമ്മളെ കൊണ്ട് പല അനീതികളും പ്രവർത്തിപ്പിക്കും. അതിൻ്റെതായ നഷ്ടവും ദുഃഖവും നമ്മൾ സ്വയം അനുഭവിക്കേണ്ടി വരും. ആ നഷ്ടം ഉണ്ടായതുപോലെ ആ നഷ്ടത്തെ പരിഹരിക്കാൻ നീണ്ട സമയം ആവശ്യം വരികയും ചെയ്യും. ദേഷ്യത്താൽ, കോപത്താൽ നമുക്കുണ്ടായ നഷ്ടം പെട്ടെന്നായിരിക്കും, പക്ഷേ അതിൻ്റെ പരിഹാരം പെട്ടെന്നുണ്ടാവുകയില്ല. കോപം മനുഷ്യനിൽ ഉണ്ടാകും, മനുഷ്യന്റെ പ്രകൃതിയാണ്, മനുഷ്യനിൽ നൈസർഗികമായുള്ള സ്വഭാവമാണ്. പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. അവിടെയാണ് ബുദ്ധിമാൻ, അവിടെയാണ് ധീരത.
തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ജനങ്ങൾ കൂടി നിൽക്കുന്നു. തങ്ങൾ ചോദിച്ചു, എന്താണ് ആളുകൾ കൂടി നിൽക്കുന്നത്? സഹാബാക്കൾ പറഞ്ഞു, ഒരു ഗുസ്തിക്കാരൻ, അദ്ദേഹത്തെ ആർക്കും കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല. തങ്ങൾ പറഞ്ഞു, ഞാൻ ഇതിനേക്കാൾ വലിയ ശക്തനെ ഞാൻ പറഞ്ഞു തരാം, ഈ ഗുസ്തിക്കാരനേക്കാൾ ശക്തനെ പറഞ്ഞു തരാം. തൻ്റെ കോപം വരുമ്പോൾ തൻ്റെ കോപത്തെ നിയന്ത്രിക്കുന്നവൻ, കീഴ്പ്പെടുത്തുന്നവനാണ്. കോപം വരുമ്പോൾ പിശാചിനെ, ശൈത്താനെ കീഴ്പ്പെടുത്തുന്നവൻ, അവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ. ഒരാൾ ശക്തനാകുന്നത് അവൻ മറ്റുള്ളവരെ ബാഹ്യമായി കീഴ്പ്പെടുത്തുന്നതിലൂടെയല്ല, മറിച്ച് ദേഷ്യം വരുമ്പോൾ ദേഷ്യത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കണം. അത് മുത്തഖീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. സ്വർഗ്ഗവാസികൾ അവരെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ് മുത്തഖീങ്ങൾ. അവരാരാണ് മുത്തഖീങ്ങൾ? الذين ينفقون في السراء والضراء والكاظمين الغيظ. അല്ലാഹു പറഞ്ഞ പ്രധാനപ്പെട്ട ഗുണം, അവരുടെ ദേഷ്യത്തെ, കോപത്തെ അവർ കടിച്ചിറക്കുന്നവരാണ്. അത് പ്രയാസമുണ്ട്, കടിച്ചിറക്കേണ്ടി വരും, അതിനെ വിഴുങ്ങേണ്ടി വരും. അവിടെ വലിയ പ്രതിഫലമാണ്. കോപത്തെ നിയന്ത്രിക്കുന്നവർക്ക് വലിയ പ്രതിഫലമാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കടിച്ചിറക്കൽ, മനുഷ്യൻ ഇറക്കുന്ന വസ്തുക്കളിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് അവന്റെ കോപത്തെ കടിച്ചിറക്കുക. നാളെ ആഖിറത്തിൽ അല്ലാഹു തആല വിളിച്ചൊതുക്കും, ദഅാഹു യൗമൽ ഖിയാമ. കോപത്തെ കടിച്ചിറക്കുന്നവരെ മഹ്ശറയിൽ ജനങ്ങൾക്കിടയിൽ നാളെ അല്ലാഹു വിളിച്ചൊതുക്കും. പ്രത്യേകമായി അവർ വിളിക്കും, പറയും, നിനക്ക് ഇഷ്ടമുള്ള ഒരു ഹൂറിനെ തിരഞ്ഞെടുക്കാം. നീ നിന്റെ കോപത്തെ കടിച്ചിറക്കിയതിന് പ്രതിഫലമാണ് എൻ്റെ ഹൂറുകൾ ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാം. നാളെ ഖിയാമത്തിൽ അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ട് അവന്റെ ഹൃദയത്തെ നിറയ്ക്കും. ഒരു സഹാബി ചോദിച്ചു, നബിയെ, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി എന്താണ്? ഞങ്ങൾ പറഞ്ഞു, അല്ലാ തഗ്ളബ്, നീ കോപിക്കാതിരുന്നാൽ മതി, ആരോടും അനാവശ്യമായി ദേഷ്യപ്പെടാതിരുന്നാൽ മതി, അല്ലാഹു നിന്നോട് കോപിക്കുകയില്ല. കോപത്തെ നിയന്ത്രിക്കുന്നവർക്ക് പലവിധ പ്രതിഫലങ്ങളും പ്രയോജനങ്ങളുമാണ്. പല പ്രയോജനങ്ങളാണ്. കോപം മനുഷ്യനിൽ ഉണ്ടാകും, പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മുടെ മുൻഗാമികൾ ഒരു ജീവിതങ്ങൾ നോക്കി, നബിമാരാകട്ടെ, സഹാബാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, സാലിഹ്യങ്ങളുടെ ജീവിതങ്ങൾ കാണാം. അവർക്ക് കോപം വന്നിരുന്നു, പക്ഷെ അവർ നിയന്ത്രിക്കുമായിരുന്നു, അതിനെ കടിച്ചിറക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു മനുഷ്യനും പറഞ്ഞു, ഉമർ, നിങ്ങൾ എന്ത് ഭരണമാണ് നടത്തുന്നത്? നിങ്ങൾ ഒരിക്കലും നീതിയായി വിധി കൽപ്പിക്കുന്നില്ല. നിങ്ങൾ ജനങ്ങൾ കൊടുക്കുന്ന ഓഹരി വെക്കുന്നതിൽ അത് നീതി പാലിക്കുന്നില്ല. ഏറ്റവും വലിയ നീതിമാനായ ഉമർ റളിയല്ലാഹു തആല മുഖത്ത് നോക്കിയാൽ പറയുക, സഹാബാക്കൾ പറയുന്നു, കൂട്ടുകാർ പറയുന്നു, ഞങ്ങൾക്ക് ഉമറിന്റെ മുഖത്ത് ദേഷ്യത്തിന്റെ അടയാളം കണ്ടു. ഈ വാക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമെന്നോ നമുക്ക് തോന്നിപ്പോയി. ഉടനെ കൂട്ടത്തിൽ സഹാബി, ഒരു കൂട്ടുകാരൻ, ഉമറെ, താങ്കൾ ദേഷ്യപ്പെടല്ലേ? അല്ലാഹു തആല പറയുന്നു ഇങ്ങനെയാണ്, ഖുദിൽ അഫ് വഅ്മുർ ബിൽ ഉർഫ് വഅലിദ് അനിൽ ജാഹിലീൻ. അഫുവിനെ, മാപ്പാക്കുന്നതിനെ മുറുകെ പിടിക്കുക, ജാഹിലീങ്ങളെ വിട്ടേക്കുക. ജാഹിലീങ്ങൾ കാണിക്കുന്നവർ തിരിച്ചതുപോലെ പ്രതികരിക്കുന്നു. അവർ ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്നവർ അങ്ങോട്ട് ദേഷ്യപ്പെടല്ലേ? ഈ ആയത്ത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു മുഖത്തിൽ നിന്ന് പൂർണ്ണമായി ദേഷ്യത്തിന്റെ അടയാളം മാറുകയും ചെയ്തു. സൈനുൽ ആബിദീൻ റഹിമഹുല്ലാഹ് നബി തങ്ങളുടെ പരമ്പരയാണ്, നബി തങ്ങളുടെ കുടുംബമാണ്. അദ്ദേഹത്തിന്റെ അടിമ, വേലക്കാരൻ, ജോലിക്കാരൻ അദ്ദേഹത്തിന് ഒതുകൊടുക്കാൻ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ പാത്രം അദ്ദേഹത്തിന്റെ കാലിൽ വീണു, കാലിന് മുറിവേറ്റു. ആ വെള്ളം അദ്ദേഹം ശരീരത്തിൽ വസ്ത്രത്തിലാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ദേഷ്യത്തിന്റെ അടയാളം മുഖത്ത് കണ്ടു. അന്നത്തെ അടിമകളും ദീനുള്ളവരായിരുന്നു, ഖുർആൻ അറിയുന്നവരായിരുന്നു. അദ്ദേഹത്തിന്റെ ദേഷ്യ മുഖത്ത് കണ്ടപ്പോൾ ഉടനെ അടിമ പറഞ്ഞു, ജോലിക്കാരൻ പറഞ്ഞു, ദേഷ്യപ്പെടല്ലേ? അല്ലാഹു തആല പറയുന്നു, വൽകാദിമീനൽ ഗൈബ്. മുഅ്മിനീങ്ങളെ പറ്റി അല്ലാഹു പറയുന്നത് എങ്ങനെയാണ്? വൽകാദിമീനൽ ഗൈബ്, അവർ ദേഷ്യത്തെ കടിച്ചിറക്കുന്നവരാണ്. അദ്ദേഹം പറഞ്ഞെങ്കിൽ ഞാൻ ദേഷ്യത്തെ, നിന്നുള്ള ദേഷ്യം വിട്ടു. ആ അടിമ അടുത്തായി തോന്നി, വൽആഫീന അനിൻ നാസ്, അവർക്ക് ഇത് കൂടിയിട്ട് അവരുടെ ജീവിതത്തിൽ അവർ മാപ്പാക്കുന്നവരുമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മാപ്പാക്കി. അടിമ അടുത്ത ബാക്കി ആയത്തും കൂടി, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു ഉപകാരം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എങ്കിൽ ഞാൻ നിന്നെ സ്വതന്ത്രമാക്കുന്നു, അതാണ് നിന്നോട് ഏറ്റവും വലിയ ഉപകാരം.
മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ ദേഷ്യം വന്നിരുന്നു പല കാര്യത്തിലും. പക്ഷെ ദേഷ്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുമായിരുന്നു. ആ ദേഷ്യത്തിന്റെ കൈപ്പിന്നൽ കടിച്ചിറക്കുമായിരുന്നു. ദേഷ്യം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാവിനെയാണ് നിയന്ത്രിക്കുന്നത്. നിബിധങ്ങളുടെ വാക്കാണ്. നിനക്ക് ദേഷ്യം വന്നാൽ ആദ്യം നീ ചെങ്ങലയിടേണ്ടത് നിന്റെ നാവിനാണ്. നിന്റെ നാവിന് പലതും വന്നേക്കാം, സമയത്ത് പല വാക്കുകളും വന്നേക്കാം. അത് നിന്റെ ഭാര്യയുടെ ഹൃദയത്തെ വർഷങ്ങൾ മുറിവേൽപ്പിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാത്ത വാക്കുകളായിരിക്കും. അതുകൊണ്ട് ആ ബന്ധങ്ങൾ മുറിഞ്ഞു പോകും. നിബിധങ്ങൾ പറഞ്ഞു, ദേഷ്യം വന്നാൽ ഉടനെ നാവിനെ നിയന്ത്രിക്കണം. നിബിധങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക കലിമത്തൽ ഹഖ് ഇൻദൽ ഗളബി വൽ റിളാ. അല്ലാഹു, നിന്നോട് ഞാൻ കോപം വരുമ്പോൾ സത്യമായ വാക്ക് പറയാനുള്ള തൗഫീഖിനെ ചോദിക്കുന്നു. കോപം വരുമ്പോൾ നാവ് കൊണ്ട് പലതും പറഞ്ഞു പോകും. ഇല്ലാത്തതും ഉള്ളതും പഴയതും എല്ലാം നാവ് കൊണ്ട് പറയും. അല്ലാഹു, കോപം വരുമ്പോൾ സത്യം മാത്രം പറയാനുള്ള തൗഫീഖിനെ നിന്നോട് ചോദിക്കുന്നു. മൗലാന ഇസ്മായിൽ ഷഹീദ് ദഹ്ലവി റഹിമഹുല്ലാ അവിടെ ഇന്ത്യയിൽ ജീവിച്ചൊരു മഹാനാണ്. അദ്ദേഹത്തോട് ചില ആളുകൾക്ക് വെറുപ്പും ദേഷ്യവും ഉള്ളതിന്റെ പേരിൽ അദ്ദേഹത്തെ നിന്ദിനാക്കി ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹം ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ സദസ്സിനെ എണീറ്റ് ചോദിച്ചു, മൗലാന, നിങ്ങളെ പറ്റി ജനങ്ങളെല്ലാം ഹറാമി ആണെന്ന് പറയുന്നു. ജനങ്ങളെ ദില്ലി മസ്ജിദിലെ ഖുതുബ നടത്തി മിമ്പറിൽ നിൽക്കുന്ന മഹാനവറുകളോട് ജനങ്ങൾക്കിടയിൽ വെച്ചാൽ എഴുതി ചോദിക്കുകയാണ്, നിങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഹറാമി അഥവാ നിങ്ങളുടെ ഉമ്മ അനാവശ്യമായ പ്രവൃത്തിയിൽ കൂടി നിങ്ങൾ ഉണ്ടായില്ല, നിങ്ങൾ ജാരസന്തതിയാണെന്ന് പറയുന്നല്ലോ, എത്ര ദേഷ്യം വരും ജനങ്ങൾക്കിടയിലാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ നിക്കാഹിന്റെ സാക്ഷികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, നിനക്ക് സംശയമുണ്ടെങ്കിൽ പോയി ചോദിച്ചു. എൻ്റെ ഉമ്മയുടെ നിക്കാഹിൽ സാക്ഷിയായ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, നിനക്ക് സംശയമുണ്ടെങ്കിൽ പോയി ചോദിച്ചു. ദേഷ്യം വരുമ്പോൾ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കും, നല്ല വാക്കുകൾ പറയാൻ സാധിക്കും. അല്ലാഹുവിന്റെ വലിയ ഉയർന്നൊരു അമലാണ്, വലിയൊരു നന്മയാണ്. അതുകൊണ്ട് ദേഷ്യം തീർച്ചയായിട്ടും മനുഷ്യനാണ്, കോപമുണ്ടാകും, ദേഷ്യമുണ്ടാകും. അതിനെ നിയന്ത്രിക്കലാണ് ശ്രദ്ധമായ കാര്യം. അതിന് ചില മാർഗങ്ങൾ, ചില അമലുകൾ ദീൻ പഠിപ്പിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ദേഷ്യം വന്നാൽ നിങ്ങൾ വുദു എടുക്കണം, നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം, ഇരിക്കുകയാണെങ്കിൽ കിടക്കണം. മൗലാന അഷ്റഫ് അലി താലിബ് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിൽ ഉദ്ധരിച്ച അദ്ദേഹം പറഞ്ഞു, കാരണം ഭൂമിക്ക് അതിന്റെ ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഭൂമിയുടെ പ്രത്യേകത സുകൂത്താണ്, നിശബ്ദത പാലിക്കും. എത്ര ഉപദ്രവിച്ചാലും, അതിനെത്ര മുറിവേൽപ്പിച്ചാലും, അതിലെത്ര കുടിച്ചാലും തിരിച്ച് പ്രതികാരമില്ല. നിശബ്ദത അതിന്റെ പ്രത്യേകതയാണ്. രണ്ട്, എത്ര മോശമായ ദുർഗന്ധമുള്ള വസ്തു ഭൂമിയിൽ ഇട്ടുകൊടുത്താലും ആ ദുർഗന്ധമില്ലാതെ അതിനുള്ളിൽ സൂക്ഷിക്കും. ഭൂമിയുടെ പല പ്രത്യേകതകൾ എല്ലാം സഹിക്കും, ഉൾക്കൊള്ളും. അതുകൊണ്ട് ഈ ഗുണമുള്ള ഭൂമിയിലേക്ക് നീ നിൽക്കുമ്പോൾ ഇരിക്കണം, ഇരിക്കുമ്പോൾ കിടക്കണം. അതിനോട് എത്ര സഹവസിക്കുന്നു അതിന്റെ സ്വഭാവം നിന്നുണ്ടാവും. അതുമായി സഹവസിക്കുമ്പോൾ വിനയമുള്ള, ഉൾക്കൊള്ളാൻ ശക്തിയുള്ള, നിശബ്ദത പാലിക്കുന്ന സ്വഭാവമുള്ള ഭൂമിയിലേക്ക് നീ നിൽക്കുമ്പോൾ അകന്നു നിൽക്കുകയാണ്. ഇരിക്കൽ ഭൂമിയെ അടുത്തു, ഇരിക്കുകയാണെങ്കിൽ കിടക്കൽ വീണ്ടും ഭൂമിയെ അടുത്തു. അപ്പോൾ ആ ഭൂമിയുടെ സ്വഭാവം നിനക്ക് ലഭിക്കും. അതുകൊണ്ട് ഒന്ന്, നമ്മൾ വുദു എടുക്കുക, നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുകയാണെങ്കിൽ കിടക്കുക. പിന്നെ ഉലമാക്കൾ എഴുതി, നിന്റെ മനസ്സിൽ ഈ ചിന്ത കൊണ്ടുവരിക. നാം ഒരാളോട് ദേഷ്യപ്പെടുന്നത് നമുക്ക് അദ്ദേഹത്തിനേക്കാൾ ചിലപ്പോൾ സമ്പത്ത് കൂടുതലുള്ളതിന്റെ പേരിലായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ബന്ധങ്ങൾ, രാഷ്ട്രീയമായി മറ്റുള്ള ബന്ധങ്ങൾ കൂടുതലുള്ളതിന്റെ പേരിലായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തേക്കാൾ നമുക്ക് പ്രായം കൂടുതലുള്ളതിന്റെ പേരിലായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തേക്കാൾ ശക്തി കൂടുതലുള്ളതിന്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ കുടുംബ മഹിമ കൂടുതലുള്ളതിന്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മൾ മുതലാളിയും അദ്ദേഹം തൊഴിലാളിയുമായതിന്റെ പേരിൽ. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഈ ചിന്ത കൂടി കൊണ്ടുവരിക, നിനക്കൊരു റബ്ബുണ്ട്, ആ റബ്ബിന് നിന്നേക്കാൾ കൂടുതൽ ശക്തിയും എല്ലാ കഴിവുള്ളവനാണ്. നിന്റെ റബ്ബും നീ തമ്മിൽ പല തിന്മകളുണ്ട്. റബ്ബിന്റെ ഇടയിൽ ആ റബ്ബിന് വേണമെങ്കിൽ നിന്നോട് കോപിക്കാം. നീ ചെയ്ത തിന്മകളുടെ പേരിൽ നിന്റെ റബ്ബ് നിന്നേക്കാൾ കഴിവുള്ളവനാണ്. ഞാൻ ഈ വ്യക്തിയോട് കോപിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ റബ്ബിനോട് കോപിക്കാൻ കഴിവുള്ളവനാണ്. അബൂ മസ്ഊദ് എന്ന് പറയുന്ന സഹാബി തന്റെ അടിമയെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങൾ കണ്ടു. നബി തങ്ങൾ പുറകിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു, യഅലം അബാ മസ്ഊദ്, അബൂ മസ്ഊദ് അറിയണം, മനസ്സിലാക്കണം. അദ്ദേഹം തിരിഞ്ഞോക്കി ആരോട് ശബ്ദം കേൾക്കുന്നു, വീണ്ടും തിരിഞ്ഞോക്കി ഇതിനെ കേൾക്കുന്നു. യഅലം അബാ മസ്ഊദ്, അബാ മസ്ഊദിനെ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അദ്ദേഹം ശരിക്കും നോക്കിയപ്പോൾ നബി തങ്ങൾ അടുത്തു വന്നത്, അബൂ മസ്ഊദേ, നീ അറിയണം, നിനക്ക് നിന്റെ ജോലിക്കാരന്റെ മേൽ എത്ര കഴിവും ശക്തിയുമുണ്ടോ അതിനേക്കാൾ കൂടുതൽ നിന്റെ റബ്ബിന് നിന്റെ മേൽ കഴിവുണ്ട്.
നീ അവനെ അടിക്കുമ്പോൾ നിനക്ക് ഈ ചിന്ത കൂടി വേണം. നിന്റെ കീഴിലുള്ളവരോട് നീ ശകാരിക്കുമ്പോൾ, അടിക്കുമ്പോൾ നിന്റെ മുകളിൽ റബ്ബുണ്ട്. ആ റബ്ബിന് നിനക്ക് ഇവന്റെ മേലുള്ള കഴിവിനേക്കാൾ കൂടുതൽ കഴിവുള്ളവൻ. ഒന്ന്, നമ്മുടെ മനസ്സിൽ ചിന്ത കൊണ്ടുവരിക. രണ്ട്, ഇതിനേക്കാൾ ഗൗരവമുള്ള കാര്യങ്ങൾ മനസ്സിന് കൊണ്ടുപോവുക. ഇമാം ഹുസ്സൈൻ റഹ്മത്തുള്ളാഹി അലൈഹി കോപം വരുമ്പോൾ ആ കോപം മാറാനുള്ള വഴി ഇതിനേക്കാൾ മുഹിമ്മായ ഗൗരവമുള്ള കാര്യത്തിലേക്ക് നിന്റെ മനസ്സിനെ കൊണ്ടുപോകലാണ്. സൽമാൻ റളിയല്ലാഹു തആല ഒരാൾ ചീത്ത പറയും. അദ്ദേഹം പറഞ്ഞു, നീ ചീത്ത പറഞ്ഞുകൊള്ളി, അഥവാ നാളെ ആഖിറത്തിൽ എന്റെ മീസാനിൽ നന്മ തിന്മ തൂക്കുമ്പോൾ നന്മക്കാണ് ഭാരമെങ്കിൽ നിന്റെ ചീത്ത പറയൽ എനിക്ക് നഷ്ടവുമില്ല. അഥവാ എന്റെ നന്മ ഭാരമില്ല, തിന്മയാണ് ഭാരമെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ വലിയ ഷർറായി. നമ്മുടെ മനസ്സിനെ ആഖിറത്തിലേക്ക് കൊണ്ടുപോകുക, ഇതിനേക്കാൾ ഗൗരവമുള്ള കാര്യത്തിലേക്ക് കൊണ്ടുപോകുക. മൗലാന സക്കരിയ റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ ഖാദിമിനോട് ഏതോ ചില കാര്യത്തിന് പേരിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്ര പ്രാവശ്യം എനിക്ക് മാപ്പാക്കണം? നീ എത്ര പ്രാവശ്യം നീ തെറ്റ് ചെയ്യുന്നു? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം മാപ്പാക്കും? മൗലാന ഇല്ലാസ് റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞു, എത്ര പ്രാവശ്യം ആഖിറത്തിൽ അല്ലാഹു മാപ്പാക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും നിങ്ങളുടെ ജോലിക്കാരെ മാപ്പാക്കി കൊടുക്കും. നമ്മുടെ മനസ്സിനെ ഇതിനേക്കാൾ ഗൗരവമുള്ള കാര്യത്തിലേക്ക് ആഖിറത്തിൽ ചിന്തയിലേക്ക് കൊണ്ടുപോയാൽ ആ സമയം അവിടെ കോപം മാറിപ്പോകും. അവിടെ കോപം, അമിതമായ ദേഷ്യം, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നമ്മുടെ അമലുകളിൽ കുളിച്ചു കളിയും. നമുക്ക് വരുന്ന ഖൈറിന്റെ ബറക്കത്തിന്റെ കവാടങ്ങൾ അടച്ചു കളിയും. പുണ്യമായ രാവുകൾ, പുണ്യമായ മാസങ്ങൾ ഒരു നന്മയും ലഭിക്കാതെ കഴിഞ്ഞു പോകും. എത്ര ആളുകളാണ് ദേഷ്യത്തിൽ, വെറുപ്പിൽ കഴിഞ്ഞു പോകും. ഭർത്താക്കന്മാർ ഭാര്യയോട് ദേഷ്യത്തിൽ, മാതാപിതാക്കൾ മക്കളോട് ദേഷ്യത്തിൽ, മക്കൾ മാതാപിതാക്കളുടെ ദേഷ്യത്തിൽ, ഒരു ഗർഭത്തിൽ നിന്ന് വന്ന 2 സഹോദരന്മാർ അല്ലെങ്കിൽ 3 സഹോദരന്മാർ പരസ്പരം വെറുപ്പിലും ദേഷ്യത്തിലും, ഇതുപോലെ മുതലാണ്ട് തൊഴിലാളിയുടെ ദേഷ്യത്തിൽ, ഇങ്ങനെ ഉമ്മത്തിൽ നിന്ന് വ്യാപകമായ ദൂഷ്യമായ അമിതമായ ദേഷ്യവും വെറുപ്പും. ഈ അവസ്ഥയിൽ നമസ്കരിക്കുന്നു, ഈ അവസ്ഥയിൽ റമദാൻ വരുന്നു, ഈ അവസ്ഥയിൽ ശഅബാൻ 15 വരുന്നു, ഇങ്ങനെ പുണ്യമായ രാവുകളും ദിനങ്ങളും വരുന്നു. അവന്റെ ഹൃദയമാണെങ്കിൽ മറ്റുള്ളവരുടെ ദേഷ്യവും വെറുപ്പുമുള്ള അവസ്ഥയിലാണ്. സത്യത്തിൽ ഈ നന്മയൊന്നും കരസ്ഥമാകാതെ ആ മാസങ്ങളും ദിവസങ്ങളും കടന്നു പോകുമെന്നല്ലാതെ ഒരു നന്മയും ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നിയന്ത്രിച്ച് കൊണ്ടുവരേണ്ട ഒരു ഉയർന്ന ഗുണമാണ് ദേഷ്യം. ഒരു മനുഷ്യനാണ്, അതിനെ നിയന്ത്രിക്കാൻ സാധിക്കണം, അതിന്റെ കൈപ്പുനീരിനെ കടിച്ചിറക്കാൻ സാധിക്കണം. അല്ലാഹു തആല നിലയിൽ ഉന്നതമായ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.